വീണ്ടും ഞങ്ങൾ എത്തി കേട്ടോ. ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇതിപ്പോൾ പറഞ്ഞ പോലെ കേരളം കണി കണ്ടുവരുന്ന നന്മ ഉണരുന്ന നന്മ എന്ന് പറഞ്ഞ മാതിരി ഇവരെ കണ്ടു കഴിയുമ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ കണ്ണിൽ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എനർജി കേട്ടോ. അന്നത്തെ ദിവസം ഏതാണ്ട് എന്നാ പറയുക, ഭയങ്കര സന്തോഷം കേട്ടോ. ഇച്ചിരി നേരം ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ്. കഴിഞ്ഞോ കഴിഞ്ഞോ കുശുമ്പൻ. അവളെ എടുത്ത് തരുന്നതിന് ഉമ്മ വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇവൻ ഭയങ്കര കുശിപ്പായി തുടങ്ങി കേട്ടോ. പക്ഷെ ഇവനെ നമുക്കിങ്ങനെ ഒറ്റയ്ക്കായിക്ക് ഇങ്ങനെ ചങ്കലിങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ഇവനും തന്നെ അത് വിമിഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ ഇവൻ്റെ ഒരു ഷേപ്പ് പോലും മാറും കേട്ടോ. ഇവനും അത് ബുദ്ധിമുട്ടാണ് എടുക്കുന്നത്, നമുക്കും ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് താഴോട്ട് വെച്ചു കേട്ടോ. അപ്പം നമുക്കൊരു എന്താ പറയുക, ഒരു സന്തോഷം, അവരെ ഒന്ന് കാര്യമായിട്ട് പരിഗണിക്കും എന്നുള്ള തോന്നൽ അവർക്കും. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമുക്കിവിടെ ഭയങ്കര കാറ്റും മഴയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. നമ്മുടെ പൂപ്പിയുടെ വീട്ടിലെ മരമൊക്കെ ഒടിഞ്ഞു വീണേ. അന്നേരം ഒന്ന് നമ്മുടെ ഒരു മുരിങ്ങ ഒരു 1.5 കൊല്ലമായേ ഉള്ളൂ കേട്ടോ. 1 കൊല്ലമായ മുരിങ്ങ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വളർന്നായിരുന്നു. ആ സാധനം നമസ്കാരം ഭൂമി മാതാവേ എന്നും പറഞ്ഞിട്ട് അതങ്ങ് വില്ലുപോലെ വളഞ്ഞു കേട്ടോ. അപ്പോൾ ആ പൊങ്ങി നിന്നത് ഞാൻ ഒടിച്ച് ഉണക്കിയെടുത്ത് പൊടിച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഒരു ഷവർമ്മയോ സുവർമ്മയോ എന്ത് പേര് വേണേലും വിളിക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ഒരെണ്ണം കഴിച്ചേക്കാന്ന് ഓർത്തുണ്ട് അതിനുള്ള മയണൈസ് ആദ്യം ഉണ്ടാക്കാനായിട്ട് തുടങ്ങും കേട്ടോ. ഞാൻ നേരത്തെ ചുമ്മാ തമാശന് മണുങ്ങൂസ് എന്നാട്ടോ പറഞ്ഞത്. അപ്പം എളുപ്പത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടിയാൽ മതിയല്ലോ. അപ്പം 2 മുട്ട പുഴുങ്ങി അതിൻ്റെ അകത്ത് 2-3 ഗാർലിക്ക് ഇട്ടു, ഇച്ചിരി കുരുമുളക് ഇട്ടു, ആവശ്യത്തിന് ഉപ്പ് ഇട്ടു, പിന്നെ ഒരിത്തിരി നാരങ്ങ നീരും പിഴിഞ്ഞൊഴിച്ചു കേട്ടോ. അത്രേ ഉള്ളൂ. എന്നിട്ട് ഇത്തിരി വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. ഞാൻ ഓയിലല്ല കേട്ടോ ഒഴിച്ചത്. നിങ്ങൾക്ക് വേണേൽ ഒരു 1-2 സ്പൂണ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ വേണേൽ ഒഴിച്ചാൽ മതി കേട്ടോ. വെള്ളം ഒഴിച്ചാലും അതിൻ്റെ ആ മയണൈസിൻ്റെ അതേ ആ ടേസ്റ്റാണ് കേട്ടോ കിട്ടണത്. അപ്പോൾ നമുക്ക് ദോഷമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മയണൈസ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഷവർമ്മ ഉണ്ടാക്കാനായിട്ടുള്ള പച്ചക്കറി ഞാൻ നോക്കിക്കഴിഞ്ഞാൽ പച്ചക്കറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ക്യാബേജ് ഇല്ല. അപ്പോൾ ഈ ക്യാബേജ് തൈ നട്ടപ്പം ഞാൻ വലുതാവണേന്ന് പറഞ്ഞ നട്ടെ, കുഞ്ഞ് വളരണ്ടെന്ന് പറഞ്ഞല്ല നട്ടത് കേട്ടോ. പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥയിൽ അത് തീരെ പൊടിയായിട്ടാണ് കേട്ടോ വളർന്നത്. അത്രയും ഉണ്ടായല്ലോ പാവം കുഞ്ഞിന്. അപ്പം കുബൂസ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ദിവസം നമ്മുടെ റിലയൻസിൽ പോയപ്പം. അതേൽ തേച്ചേക്കുന്ന നമ്മുടെ മണങ്ങൂസല്ല മയണൈസും ടൊമാറ്റോ കെച്ചപ്പൂടെ മിക്സ് ചെയ്ത് തേച്ചിട്ട് അരിഞ്ഞു വെച്ച പച്ചക്കറി അങ്ങ് എടുത്ത് വെച്ചു. പിന്നെ ചിക്കനും ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ഞാൻ പതിയെ ഇങ്ങനെ വേവിച്ചെടുത്തപ്പോൾ ഇവർ കൂടി വേവിച്ചതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നമുക്കായിട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി ഉപ്പും മുളക് പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് ഒരിത്തിരി കെച്ചപ്പൂടി ഒഴിച്ചങ്ങ് റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ മേളിലോട്ട് ഇച്ചിരി പടർത്തി വെച്ച്, ഇപ്പം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഷവർമ്മയാണെങ്കിൽ ചെറിയ പീസായിട്ട് അങ്ങനെ ഇരിക്കും, വേറെ ഇതൊക്കെയല്ലേ. അപ്പം ഞാൻ കടയിൽ നിന്നൊന്നും മേടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സാധനമൊന്നും കടയിൽ നിന്ന് അങ്ങനെ മേടിക്കാറില്ല കേട്ടോ. ഈ മയണൈസിൻ്റെ ഒക്കെ ഒരു ഇത് ഭയങ്കര വാർത്തയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പം എന്നാൽ പിന്നെ എനിക്കിങ്ങനെ ഇടയ്ക്ക് ഫുഡ് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ. ഇവിടെയുള്ള ഭക്ഷണ സാധനങ്ങൾ എന്താണ് അത് വെച്ചേ ഞാൻ ഉണ്ടാക്കാൻ പോകുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് സെറ്റാക്കി ഞാനും ഒരു പീസ് ഒരെണ്ണം എടുത്ത് കഴിച്ചു. അപ്പോൾ ഒരു നേരത്തേന് ഇത് മതി, ആവശ്യത്തിന് പച്ചക്കറി ഉണ്ടല്ലോ. അപ്പം അത് ഞാനും ഒരെണ്ണം എടുത്തു, കെട്ടിയവനും ഒരെണ്ണം കൊടുത്തു കേട്ടോ. ചുരുട്ടി ബട്ടർ പേപ്പറും ഉണ്ടായിരുന്നു, ചുരുട്ടി പെറുക്കി നിറച്ച് കഴിക്കുമായിരുന്നു കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ ഭക്ഷണം എൻജോയ് ചെയ്ത് കഴിക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കേട്ടോ. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഞാൻ ആസ്വദിച്ചുണ്ടാക്കുന്ന ഒരു സാധനം ഒരു കൂട്ടം കറിയാണെങ്കിലും ഞാൻ ഒരു കൂട്ടം കറി കൂട്ടി ചോറാണേലും ഉണ്ണുമ്പം വയറ് നിറച്ച് ഉണ്ണും കേട്ടോ. വാ നിറച്ച് ഞാൻ ഉണ്ണും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വയല ടേസ്റ്റ് മുഴുവൻ കിട്ടാനായിട്ട് അങ്ങനെ ഞാൻ കഴിക്കും കേട്ടോ. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട് ആദ്യത്തെ വീഡിയോ
ഒരു എല്ലുകറി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ മോള് വിളിച്ച് പറയാം, എൻ്റെ മമ്മി ഈ കാണുന്ന ഞാൻ പേടിച്ചു പോയി കേട്ടോ, മമ്മി എന്നോ വലിയ പീസ് എടുത്ത് വായിലിട്ടെന്ന്. അപ്പം അന്ന് പറഞ്ഞാൽ കേട്ടോ, ഞാൻ നിറച്ച് കഴിച്ചു കേട്ടോ, ഇഷ്ടപ്പെട്ടതാണ്, ഇല്ലെങ്കിൽ തൊണ്ടി ഇരിക്കുകയുള്ളൂ കേട്ടോ, ഇന്നൊന്നൊന്നുമില്ല. എനിക്കിവിടെ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. അപ്പം നല്ലതാണ്. ഇവിടുന്ന് ഒരു നേരമേലും ഭക്ഷണം കഴിക്കുന്നവർ പറയും നല്ല ഫുഡാന്നേ പറയുള്ളൂ കേട്ടോ. വിരുന്നുകാരൊക്കെ വന്നാൽ എനിക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഉത്സാഹം കേട്ടോ. കാരണം കഴിച്ച് കഴിയുമ്പോൾ അവർ നല്ല ഫുഡാന്ന് പറയുമല്ലോ, മെയിൻ അതാട്ടോ കാരണം. അപ്പോൾ ആരെങ്കിലും വരുവാണ്, ഇപ്പോൾ ഇച്ചിരി പുറത്തുനിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് നമ്മുടെ ഇന്ത്യൻ ഫുഡൊക്കെ നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര കാര്യം കേട്ടോ. അപ്പം വരുന്നതിന് മുന്നേ ഞാനാണ് സാധനം എല്ലാം പോയി മേടിക്കാനായിട്ട് ലിസ്റ്റ് ഇടുന്നത്. അപ്പം നമ്മുടെ സാരഥി ഡ്രൈവർ സ്ഥാനത്ത് ഇരിക്കുകയുള്ളൂ കേട്ടോ. അപ്പം ഞാനെല്ലാം പോയി സെലക്ട് ചെയ്ത് മീൻ, ഇറച്ചി, പച്ചക്കറി ഇതെല്ലാം സെലക്ട് ചെയ്ത് മേടിച്ച് ഞാനിത് എത്ര പേര് വന്നാലും എത്ര ആൾ കുറവാണേലും നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കി വെക്കും കേട്ടോ. അപ്പം ഞാൻ അത്ര ആ സമയം ഫുഡ് ഉണ്ടാക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ എന്ത് തലയും കുത്തി ടെൻഷൻ അടിച്ചോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇരുന്നാലും കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടീസിൻ്റെ ഒപ്പം ഇരിക്കുമ്പോൾ, പാട്ട് കേൾക്കുമ്പോൾ, പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെ ഞാൻ ഭയങ്കരമായിട്ടും എന്നാ പറയണേ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ടെൻഷൻ വന്നാൽ അതിനുള്ള പരിഹാരം ഞാൻ തന്നെ കണ്ടെത്തും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിച്ച് കഴിയുമ്പോൾ ഞാൻ വെള്ളം ചിലപ്പോൾ കുറച്ചേ കുടിക്കുള്ളായിരുന്നു കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഈ കഴിഞ്ഞ ദിവസം റിലയൻസിൽ പോയി കഴിഞ്ഞപ്പം ഒരു 2 ലിറ്ററിൻ്റെ ഒരു വലിയ മുട്ടക്കാട്ടം കുപ്പി വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അത് ആ ഡൈനിങ് ടേബിളിൻ്റെ അറ്റത്ത് വെച്ചേക്ക്. അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് വലിയ ഓരോ അങ്ങ് കുടിക്കും കേട്ടോ. അപ്പോൾ അതൊരു തെറാപ്പി പോലെ ചെയ്യാമെന്നാണ് പറയണത്. വെള്ളം കുടിച്ച് നമുക്ക് എന്തെങ്കിലും അസുഖം മാറ്റാമെന്നാണ് പറയണത് കേട്ടോ. അപ്പം ചെറുതായിട്ട് കുടിച്ചാൽ മതിയല്ലോ, ഒറ്റയടിക്ക് കുടിക്കരുതെന്നാണ് പറയണത് വെള്ളം കേട്ടോ. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഷവർമ്മ, അതായത് എൻ്റെ സ്റ്റൈലിലുള്ള ഷവർമ്മ കേട്ടോ കഴിച്ചുല്ലോ. അപ്പോൾ അവർക്കുള്ള ചിക്കൻ ഞാൻ ഉപ്പൊന്നും ഇടാതെ അവർക്കൂടെ ഉള്ളതായിരുന്നു വേവിച്ചിട്ട്. അപ്പോൾ അവർക്ക് ഞാൻ അതുപോലെ പിച്ച് കീറിയിട്ടിട്ട് എന്നാൽ അവർക്ക് ഓരോ കുഞ്ഞുവാ കൊടുക്കാമല്ലോ. അപ്പം മറ്റേത് കൊടുക്കത്തില്ലായിരുന്നല്ലോ ഞാൻ. മയണൈസൊക്കെ എൻ്റെ അകത്ത് വെളുത്തുള്ളി ഇട്ടായിരുന്നു, ടൊമാറ്റോ സോസൊക്കെ ഉള്ളതുകൊണ്ട് വെറുതെ അത് കൊടുക്കണ്ടെന്ന് കരുതി ഞാൻ അടുക്കളയിൽ നിന്ന് കഴിക്കാതെ കേട്ടോ. പക്ഷേ കള്ളി അവൾ അടുക്കളയിൽ വന്ന് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഇത് കൂട്ടൊക്കെ കുഞ്ഞു പീസ് ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു, ഇച്ചിരിച്ച് അവരുടെ കൂട്ട് തന്നെ കേട്ടോ. അപ്പം അവൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഞാൻ പുറകെ ഒത്തിരി വിളിച്ച പിന്നെ അവൻ വന്നത്. കാരണം ഒരു ഉച്ച സമയമായതുകൊണ്ട് ചപ്പാടൊക്കെ കഴിഞ്ഞ് ഈ വെയിലൊക്കെ ആയതുകൊണ്ട് അവൻ കിടന്ന് ആ മൂലയ്ക്ക് കിടന്നുറങ്ങുമായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ് ഇവർക്ക് വാരി കൊടുക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ കുഞ്ഞുവായിലോട്ട് വെച്ച് കഴിയുമ്പോൾ അവരുടെ ആ കുഞ്ഞു പല്ലൊക്കെ ചെറുതായിട്ട് കയ്യിലൊക്കെ മുട്ടി ഇവർക്കായിട്ട് കൊടുക്കുമ്പം നേരം പോകുന്നു അറിയത്തില്ല. ഭയങ്കര രസമാണ് കേട്ടോ. കാരണം ഒരാൾക്ക് കൊടുത്തു കഴിയുമ്പോൾ അടുത്തയാൾ അവരുടെ ഊഴത്തിന് വേണ്ടി കാത്തിരിക്കുക കേട്ടോ. അവനാണ് ഇന്നാണ് വലിയ ആക്രാന്തം ഇല്ലാണ്ടിരിക്കുക. കാരണം പോത്തുപോലെ കിടന്നുറങ്ങിയപ്പോൾ ഞാൻ ശരിക്കും വഴക്ക് പറഞ്ഞ് എണീപ്പിച്ചുകൊണ്ട് വന്ന കേട്ടോ. അപ്പോൾ ആദ്യം കുറേ നേരം അവൾക്ക് കൊടുത്തു കേട്ടോ. ഒരു 3-4 രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കാണ് സങ്കടം. കാരണം ഇവനൊരു ഭക്ഷണപ്രിയനാണ്, മനസ്സിലായോ. എന്നിട്ട് അപ്പോൾ ഇവന് കൊടുത്തില്ലെങ്കിൽ ആകെ ഒരു ബുദ്ധിമുട്ടാവും. അങ്ങനെ വിളിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്ന കേട്ടോ. അപ്പോൾ അവൾ കാര്യമായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പം ഒത്തിരി ഒന്നുമില്ല, നമ്മൾ ഷവർമ്മ കഴിച്ചല്ല. അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ ഇവർക്കൊരു ഭക്ഷണമായിട്ട് കൊടുത്താട്ടോ. കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഇത് എനിക്ക് ഒരാളും വിശന്നിരിക്കുന്നു ആഗ്രഹിച്ചിട്ട് ഭക്ഷണം ഒരാൾ ആഗ്രഹിച്ചിട്ട് കിട്ടാതൊക്കെ ഇരിക്കുമ്പോൾ വേണമല്ലോ ഇല്ല എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കഴിക്കുമ്പോഴെല്ലാം ഇവർക്കും കൊടുക്കുന്നത് കേട്ടോ. ഇച്ചിരിച്ചാണേലും അവനത് കഴിഞ്ഞപ്പം കുറച്ച് കഴിച്ചപ്പോൾ അവൻ വീണ്ടും ഉറങ്ങാൻ തന്നെ പോയിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അവൾ ബാക്കി 1-2 കഷ്ണം ഉണ്ടായിരുന്നു, അത് കഴിച്ച് അവളും ഓക്കെ ആയി കേട്ടോ. പിന്നെ ഞാനും ഇതെല്ലാം കഴിഞ്ഞപ്പം നമ്മളൊന്ന് സെറ്റായിരിക്കുമായിരുന്നു. അപ്പം അവൾ പാത്രം വരെ കാണിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവളും ഓക്കെ ആയി. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഷവർമയും നമുക്കുമായി പിള്ളേർക്കുമായി. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അവർക്ക് വാരി കൊടുക്കുക എന്നുള്ള എൻ്റെ സന്തോഷം ഞാനതങ്ങ് നടത്തിയെടുത്തു കേട്ടോ. അപ്പം അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ ടാറ്റാ.